work and energy. Before going to study about the work energy and work energy theorem, we have to know about the Newton's laws of motion. നമുക്ക് already അറിയാം അല്ലേ, പ്ലസ് ടു ബേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. There are 3 laws of motion. Every body continues its state of rest or of uniform motion unless an external force is acting on a system. Second law എന്താ പറയുന്നത്, the force is directly proportional to rate of change of momentum എന്നാണ് പറയുന്നത്. That is F is equal to m into a. M is mass of the body and a is the acceleration due to gravity. Third law എന്താ പറയുന്നത്, for every action there is an equal and opposite reaction. For every action എന്തെന്നാ പറയുന്നത്, equal and opposite reaction എന്തെന്നാണ് പറയുന്നത്. So we have to focus only on the second law of Newton. Second law എന്ത് ചെയ്യാണ്, ഇന്റഗ്രേറ്റ് ചെയ്യാണ് to find out the solution. Solution കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാണ്. Very important. Integrating the equation of motion in one dimension. One dimensionലുള്ള മോഷൻ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. 3 ഡയമെൻഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞ എക്സും വൈയും സെറ്റും ആണ്. ഇവിടെ എക്സ് ഡയറക്ഷൻ മാത്രമേ എടുക്കുന്നുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്താണ്, എം ഇൻറ്റു എ അല്ലേ, എ എന്ന് പറഞ്ഞാൽ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ, അല്ലെങ്കിൽ മാസ് acceleration is equal to dv by dt. So m into dv by dt is equal to force is a function of x only. One dimension ആയതുകൊണ്ട് x മാത്രം നമ്മൾ എടുക്കാം. നമ്മൾ എന്ത് ചെയ്യണം, ഇന്റഗ്രേറ്റ് ചെയ്യാണ് ഫ്രം x1 to x2 dv by dt dt. 2 വേരിയബിൾ ഉണ്ട്, dt ഉണ്ട് x ഉണ്ട്. ഇന്റഗ്രേഷൻ നോട്ട് പോസിബിൾ ആണ്. അപ്പോൾ x നമ്മൾ എന്തിലേക്ക് മാറ്റുകയാണ്, t യിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് dx is equal to dx by dt into dt. dt cancel ചെയ്താൽ dx ആവും. അപ്പോൾ ആദ്യം നമ്മൾ t കൊണ്ട് ചെയ്യാം, പിന്നെ dt ചെയ്യാം. അപ്പം this is dx by dt is equal to v dt ആണ്. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. v dt എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് dutയും dtയും നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലേ. dt ക്യാൻസൽ ചെയ്യുന്നത് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ v d ഇന്റഗ്രൽ അത്രേ ഉണ്ടാവുള്ളൂ. m ഇൻറ്റു ഇന്റഗ്രൽ v dv മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇതിന്റെ ടൈം ലിമിറ്റ് മാറും. t1 to ti to tf വരും, ഇനീഷ്യൽ ആൻഡ് ഫൈനൽ. സോ v സ്ക്വയർ ബൈ 2 ഇന്റഗ്രേറ്റ് ചെയ്താൽ കിട്ടും m by 2 into v square final minus v square initial. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ നമുക്ക് കിട്ടുക അവസാനമായിട്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹാഫ് എം വി സ്ക്വയർ വി എഫ് സ്ക്വയർ ഫൈനൽ സ്ക്വയർ മൈനസ് ഇനീഷ്യൽ സ്ക്വയർ. സോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കൈനറ്റിക് എനർജി is equal to work done. This is actually the work done. Force into displacement is the work done. So change in kinetic energy is equal to the work done. This is the work energy theorem is. So നമ്മളൊരു സിമ്പിൾ എക്സാമ്പിൾ ആയിട്ട് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ എടുത്തു, അത് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തു. എന്നിട്ട് നമുക്ക് കിട്ടിയ റിസൾട്ട് എന്താണ്, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്താണെന്നാണ് പറയുന്നത്, വർക്ക് ഡൺ ആണെന്നാണ് കിട്ടിയത്.